പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ 14 മുതൽ 22 വരെയുള്ള വാക്യത്തിലെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന എപ്പിസോഡിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ്. 6-ാമത്തെ എപ്പിസോഡിന് മുമ്പ് 5-ാമത്തേതായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് രക്ഷാവസ്ത്രം, നീതിயின் വസ്ത്രം, ദൈവം നമുക്ക് തന്ന രക്ഷയുടെ അനുഭവം, വീണ്ടും ജനനം. ഹല്ലേലൂയ. ദൈവം നമ്മെ നീതീകരിച്ച നീതീകരണം, അത് രണ്ടും നഷ്ടമാക്കി. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിന് മുൻപ് രക്ഷ നഷ്ടപ്പെടുത്തിയവർ രക്ഷ നഷ്ടപ്പെടുമോ? തീർച്ചയായിട്ടും നഷ്ടപ്പെടും. ഹല്ലേലൂയ. രക്ഷ നഷ്ടപ്പെടത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവൻ്റെ പേര് മായ്ച്ചു കളയുമെന്ന് വചനത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ അതിലെ തെറ്റായി പഠിപ്പിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട് ഇന്ന് ആത്മീയകൂടത്തിൽ. അതിപ്പോൾ ഏത് കാര്യവും തെറ്റായി പഠിപ്പിക്കുകയാണല്ലോ. ശരി പഠിപ്പിക്കുന്നത് വളരെ കുറവാണല്ലോ. 100% തെറ്റ് തന്നെയാണല്ലോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കുലർ സ്റ്റഡിക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ അവർ ആ കറക്റ്റായിട്ടുള്ള പഠനമാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ ആത്മീയ കുളത്തിൽ എന്തൊക്കെയാ പഠിച്ച് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ പൊന്നെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷാവസ്ത്രം നഷ്ടപ്പെടുത്തുമ്പോൾ, നീതിയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തുമ്പോൾ ചിന്തിച്ചോണം, നീ ആത്മീക നഗ്നനാകുകയാണ്. അതാ ഇവിടെ പറയുന്ന നഗ്നത എന്ന് പറയുന്നതാ. നഗ്നരുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്, നീതിപ്രവൃത്തികൾ, ദൈവവചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് സമർപ്പിച്ചു കൊടുക്കുക. രക്ഷാനുഭവം നഷ്ടപ്പെടുത്തിയെങ്കിൽ ആ രക്ഷാനുഭവത്തിലേക്ക് മടങ്ങി വരിക. ചെയ്തു പോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് ദൈവപുത്രനെ ചുംബിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുക. അതാണല്ലോ അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അത് ആ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഇന്നത്തെ വിശ്വാസികളും ശൂഷന്മാരും രക്ഷാനുഭവം നഷ്ടപ്പെടുത്തിയവരാണ്. ദൈവത്തിന്റെ നീതി അവർ ചെയ്യുന്നില്ല. എന്താ ദൈവനീതി ചെയ്യുക? ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് കർത്താവ് പറഞ്ഞു. എന്താ ഈ സകല നീതി നിവർത്തിക്കുക? കർത്താവ് വചനം അനുസരിച്ചു. ഹല്ലേലൂയ. തന്റെ പിതാവിനെ അനുസരിച്ചു കർത്താവ്. സകല കാര്യത്തിലും പിതാവിനെ അനുസരിച്ച ഒരു പുത്രനെയാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ദൈവപുത്രൻ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നാം കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിന്ന് നടക്കുന്നില്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കുക, മനുഷ്യന്റെ ബഹുമാനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപകടം മണത്തത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മീറ്റിംഗ് നടത്തിയാൽ അത് ലോകം മുഴുവൻ പെരുമ്പറ കൊട്ടി അറിയിക്കുക. ഒരു സൈക്കിൾ കൊടുത്താൽ എല്ലാവരെയും വിളിച്ചു പോയി അറിയിക്കുക. ഒരു വീട് വെച്ച് കൊടുത്താൽ എല്ലാവരെയും അറിയിക്കുക. കർത്താവ് എന്താ പറഞ്ഞത്? ഒരു കൈ ചെയ്ത് മറു കൈ അറിയരുന്നല്ലേ പറഞ്ഞത്? നമ്മൾ നേരെ തിരിച്ചാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? ഈ പാർട്ടി ഇലക്ഷനൊക്കെ പോകാനായിട്ട് പാർഷന്മാര് ഈ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നതിന്റെ കാരണം എന്താ? അവർക്ക് ദൈവവചനം പ്രസംഗിക്കാൻ നേരമില്ല. അത് അറിയത്തില്ല. അത് കൂട്ടിക്കളയുകയും കൂട്ടി ചേർക്കുകയും മറിച്ച് കളയുകയും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഭരിക്കേണ്ടത് കർത്താവാണ്. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിന്റെ ഭരണസീമയ്ക്കുള്ളിലാണ് നമ്മൾ ആകാൻ പോകുന്നത്. ഏറ്റവും സന്തോഷമായിരിക്കും ആ ഭരണം. ദൈവസൃഷ്ടിയായ നമ്മെ നാം ഭരിച്ചാൽ ശരിയാകത്തില്ല. ഞാൻ വായിച്ചല്ലോ രേമാവിലെ വാക്യം. കാലടികളെ നേരെയാക്കാൻ മനുഷ്യന് കഴിയില്ല, ദൈവത്തിനേ കഴിയുള്ളൂ. അതുകൊണ്ട് കർത്താവിൽ സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ നമ്മൾ. കർത്താവെ, ഞാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ, അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ, അങ്ങയുടെ വഴിയിലൂടെ നടക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. രക്ഷയുടെ അനുഭവം നഷ്ടപ്പെടുത്തി, നീതി എന്ന അങ്കി അതും നഷ്ടമായി. ഹല്ലേലൂയ. ആത്മീയമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു ആത്മീയ ഗോളമാണ് നമ്മുടെ മുൻപിലുള്ളത്. മറന്നു പോകരുത്. ഇവിടെ നമുക്കൊരു മടങ്ങിവരവ് ആവശ്യം. ഇവിടെ നമുക്കൊരു
ക്രമീകരണം ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരണം, കർത്താവിലേക്ക് മടങ്ങി വരണം. ഹിന്ദുക്കൾ രാമരാജ്യം ഉണ്ടാക്കാൻ പോവുക, ഇസ്ലാമികരും അതുപോലെ പല പദ്ധതികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി ഒരുക്കുന്നുണ്ട്. നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കാം. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിൻ്റെ അൻപുപരാകരുത്. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. പിന്നെ എന്തിനാണ് ഈ ഇലക്ഷൻ്റെ പുറകെ പാസ്റ്റർമാർ നടക്കുന്നത്? ഇത്ര വെളിവില്ലാത്തവരായി പാസ്റ്റർമാർ തീർന്നല്ലോ. എന്താ കാര്യം? ഇവരെല്ലാം സമ്പന്നന്മാരായി, സമ്പന്നന്മാരായി. മനസ്സിലായോ? സമ്പത്ത് വർദ്ധിച്ചാൽ അത് മനസ്സ് വയ്ക്കരുതെന്ന് വചനം പറയുന്നുണ്ട്. നിനക്ക് നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഭൗതികം നമുക്ക് നല്ലതാണ്. ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും വിട്ടുപോകാൻ സാധ്യത ഏറെയാണെന്ന് പെന്തക്കോസ്തുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നഗ്നയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം വെള്ള വസ്ത്രം. സങ്കീർത്തനം 45 സങ്കീർത്തനം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 45 സങ്കീർത്തനം. പണ്ടൊക്കെ പാസ്റ്റർമാർ അത് പ്രസംഗിക്കുമായിരുന്നു, ഇപ്പോൾ അത് പ്രസംഗിക്കുന്നില്ല. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവിചായിക്കുക, സ്വജനത്തെയും നിന്റെ പുതുഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർഗ്ഗനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ, അവർ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസിനിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടി നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസനിൽ കൊണ്ട്. ചിത്രത്തയ്യലുള്ള വസ്ത്രം, അത് നാം നെയ്തെടുക്കുന്നതാണ് നമുക്ക് വേണ്ടിയുള്ള വസ്ത്രം. ഹല്ലേലൂയ. നമ്മുടെ നീതി പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ നെയ്തെടുക്കുന്ന വസ്ത്രം നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. നമ്മൾ നീതി ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വസ്ത്രം ലഭിക്കുന്നത്. നീതി ചെയ്യുക, അനീതി ചെയ്യാതിരിക്കുക, പാപം ചെയ്യാതിരിക്കുക, പാപത്തോട് പോരാടുക, പാപത്തെ വിട്ടോടുക, പാപത്തോട് എതിർത്ത് നിൽക്കുക, പാപത്തെ കീഴ്പ്പെടുത്തുക. ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സാത്താൻ്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകും. ഞാനൊരു സഹോദരനോട് എപ്പോഴും പറയുമായിരുന്നു, നിങ്ങളെല്ലാവരോടും ദൂത് പറഞ്ഞ് നിങ്ങൾക്കുള്ള ദൂത് ഞാൻ തരാൻ പോവുക, നിങ്ങളുടെ ചീട്ട് സാത്താൻ കീറാൻ പോവുക, ദൈവത്തിനെ താണിരുന്നോളാൻ പറഞ്ഞു. കേട്ടില്ലേ പുള്ളി? അതിന് തകർച്ച ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്തിനിത് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ? ദൈവം നമുക്ക് തന്ന രക്ഷാവസ്ത്രം, ദൈവം നമുക്ക് തന്ന നീതിയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി കളയരുത്. ഇവിടെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിച്ച് അവളെ രാജസനിൽ കൊണ്ടുവരും. നാം നെയ്തെടുക്കുന്ന വസ്ത്രമാണ്. ഹല്ലേലൂയ. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളുടെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസനിൽ കൊണ്ടുവരും. അവളോടുകൂടി തോഴിമാരായി നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സ്തോത്രം. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. അപ്പൊ പുറമേയുള്ള വസ്ത്രം ധരിച്ച് സൗന്ദര്യവർദ്ധന കൂട്ടാനല്ല ഇവിടെ പറയുന്നത്. ആന്തരികമായ വിശുദ്ധി, അകത്ത് മനുഷ്യന്റെ വളർച്ച, ഇതാണ് പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്നത്. ഇതായി പുതിയ നിയമം നഷ്ടപ്പെടുത്തിയിരിക്കുന്നതാ. ആത്മീയ വളർച്ചയില്ല, ആത്മീയ വർധനവില്ല, ആത്മീയ നിറവില്ല. ഭൗതികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ബാങ്ക് ബാലൻസ് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക, തോട്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക, കാറുകൾ കൂടുതൽ വാങ്ങിക്കൂട്ടുക. ആത്മീകമായോ എവരെപ്പോലെ ദാരിദ്ര്യവാസികൾ ലോകത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് നിങ്ങൾ ചെവി കൊടുത്താലും. സ്തോത്രം, സ്തോത്രം. നഗ്നരുടെ ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങുക. എന്താ വില കൊടുക്കേണ്ടത്? എന്ത് വില കൊടുത്താൽ കിട്ടും? മുമ്പ് നമ്മൾ സമ്പാദിച്ചെടുത്തതെല്ലാം ദൈവത്തിൽ സറണ്ടർ ചെയ്യുക. വക്രിച്ചുണ്ടാക്കിയത് വല്ലതും ഉണ്ടെങ്കിൽ എല്ലാം സറണ്ടർ ചെയ്യുക. എന്നിട്ട് പാദപീഠത്തിൽ വീണ് കിടക്കുക. തെറ്റിപ്പോയെന്ന് കർത്താവിനോട് പറയുക. അപ്പോഴാണ് ഈ രക്ഷാവസ്ത്രവും നീതിവസ്ത്രവും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നതെന്ന് ദൈവസഭ ഇന്ന് പൽക്കാലം മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരിക. എന്താ 3:18 വാക്യത്തിൽ പറയുന്നത്? ഹല്ലേലൂയ. നീ സമ്പന്നനാകേണ്ടതിൽ തീയിൽ ഉദ്കരിച്ച പൊന്നും നിന്റെ നഗ്നയുടെ ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. സ്തോത്രം. അപ്പോ ദാരിദ്ര്യം മാറണം, കുരുട് മാറണം. ഹല്ലേലൂയ. നഗ്നത മാറണം. സ്തോത്രം. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ശക്തമായ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കണം. നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നയുടെ ലജ്ജ വെളിവാകാതവണ്ണം വസ്ത്രവും നിന്റെ കണ്ണിലെഴുതാൻ ലേപം. ലേപം എന്താണ് ഈ ലേപം? ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. പലരും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടു കോരി തരിച്ചിരിക്കുക. കാരണം കുരുടനായി കഴിഞ്ഞപ്പോൾ കുരുടൻ എന്ത് വേണം? കാഴ്ച വേണം. അതിന് കണ്ണിലെഴുതാൻ ലേപമാ വിലയ്ക്ക് വാങ്ങാൻ പറയുന്നു. എന്താ ഈ ലേപം? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാടാണ് ഈ ലേപം എന്ന് പറയുന്നത്. പത്രോസ് പ്രസംഗിച്ച് എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവിലാൽ ഉണ്ടാകുന്ന കാഴ്ചയാണ് ലേപം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് പത്രോസ് പ്രസംഗിച്ചത്. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരോളം കൂടിയിരുന്നിടത്ത് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് ആത്മാവിൽ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. പത്രോസ് തത്വജ്ഞാനമല്ല പ്രസംഗിച്ചത്, വാക്കുകളുടെ ഗാംഭീര്യമല്ല നമ്മൾ ആ പ്രസംഗത്തിൽ കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് പത്രോസ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോ ഞാൻ എപ്പോഴും പറയാറുള്ള ഗ്രൂപ്പാണ് യഹൂദ മതമാണ് നിലനിന്നത്. സ്തോത്രം. ഗവൺമെന്റ് റോമൻ ഗവൺമെന്റ് ആയിരുന്നു. ആ യഹൂദന്മാരായ വലിയ സമൂഹത്തോട് കർത്താവ് എന്താ പറഞ്ഞത്? അതായത് 23 കുരുടനെ വഴികാട്ടിക്കൊണ്ടിരിക്കുക. അല്ല, കുരുടന്മാരും ദരിദ്രന്മാരുമായുള്ളവരെ, കുരുടൻ, ആത്മീക കുരുടൻ, എ ബ്ലൈൻഡ് മാൻ. ബൈബിൾ കോളേജില് ഡിഗ്രികൾ പഠിച്ചിറങ്ങി കർത്താവിന്റെ വേല ചെയ്യാമെന്ന് ആരും ചിന്തിക്കരുത്, നടക്കില്ല. ദൈവവചനം പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന ദേവദാസന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നാലേ അതൊക്കെ കിട്ടത്തുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല. ലോകത്തിന്റെ ഭൗതികം കിട്ടും, വാരിക്കോരി കിട്ടും, ചപ്പും ചവറുമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ സ്തോത്രം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും ദൈവത്തെ മഹത്വപ്പെടുത്തുക. പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ജീവിതം, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള പ്രസംഗങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ശുശ്രൂഷകൾ, ഇതാണ് യഥാർത്ഥമായി നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാട് ഗലാത്യ ലേഖനം 5-17 ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, ആത്മഫലമുള്ളതായി തീരുക. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, ഔദാര്യം, ഇന്ദ്രിയം. ഇവയ്ക്ക് വിരുദ്ധമായി ഒരു ന്യായപ്രമാണമില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രസംഗിക്കുക, ആത്മനിറവിൻ ജീവിതം നയിക്കുക, ആത്മനിയോഗത്താലുള്ള ശുശ്രൂഷകൾ ചെയ്യുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, സ്വഭാവമുള്ളവരായി തീരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത്ര ശക്തിയോടെ വിളിച്ചു പറയുന്നു? ലവോദിക കാലഘട്ടമാണ് നമ്മുടെ മുൻപിലെന്ന് കണ്ണു തുറന്ന് കാണുക. ആത്മീക കുരുടന്മാരും ആത്മീക ദരിദ്രന്മാരും ആത്മീക നഗ്നന്മാരും തേരോട്ടം നടത്തുകയാണ് ഇന്ന് സഭകളിൽ. അതുകൊണ്ടാണ് സഭ ശുഷ്കിച്ചു പോയത്. അതുകൊണ്ടാണ് സഭ ദുരുപദേശത്തിൽ അമർന്നു പോയത്. ഈ ദിവസങ്ങളിൽ നമുക്കത് തിരിച്ചു പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മീക കുരുട് മാറണം, ആത്മീക ദാരിദ്ര്യം മാറണം, ആത്മീക നഗ്നത മാറണം. രക്ഷാവസ്ത്രവും നീതിൻ വസ്ത്രവും തിരിച്ചു പിടിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം സഭകളിൽ പ്രസംഗിക്കണം. പാസ്റ്റർമാർ വിശ്വാസികളെ അപ്പോസ്തല ഉപദേശം പഠിപ്പിക്കണം. അതനുസരിച്ച് ജീവിക്കാനായിട്ട് കമ്പൽ ചെയ്യണവരെ, അല്ലെങ്കിൽ അവർ നാശത്തിലേക്ക് പോയി പതിക്കാനിടയായി തീരും. നമ്മുടെ മാൻ പവർ കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളിലുള്ള ആത്മശക്തിയാണ് ഏറ്റവും പ്രധാനം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഉണ്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ശാസ്ത്രിമാരും പരീശന്മാരെയും കർത്താവ് വിളിച്ചത് കുരുടന്മാരായ വഴികാട്ടികളെ. അല്ലയോ കുരുടന്മാരും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കുരുടനെ വഴി നടത്തിയാൽ എന്ത് ചെയ്യും? ഇരുവരും കുഴിയിൽ വീഴും. അതുകൊണ്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഏതെവിടെ ആയിരുന്നാലും ഈ വചനം ഇന്ന് പൽക്കാലം ശക്തിയോടെ ഞാൻ വിളിച്ചു പറയുകയാണ്. രക്ഷാവസ്ത്രം നീതിൻ വസ്ത്രം നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം, 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 സ്തോത്രം. ആത്മീക അന്ധതയിലേക്ക് പോകരുത്. തത്വജ്ഞാനം പ്രസംഗിക്കാനായിട്ട് നമ്മൾ ആരും പോകരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രസംഗിച്ച് കൂട്ടരുത്. അതുകൊണ്ട് പ്രയോജനമില്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ നമ്മൾ പടേന്ന് ചിന്തിക്കുക ചെയ്ത്. ആത്മീക ദാരിദ്ര്യം മാറണം. ഹല്ലേലൂയ. അതിനെന്ത് വേണം? പഥ്യവചനം, പഥ്യോപദേശം ഗ്രഹിക്കണം. എന്നോട് കേട്ട പഥ്യവചനം, ഉപനിധി, അത് ആത്മാവിൽ സൂക്ഷിക്കാനാണ് പൗലോസ് പറയുന്നത്. എത്ര പേര് ഈ വചനങ്ങൾക്ക് ചെവി കൊടുക്കുന്നു? എത്ര പേര് ഈ വചനപ്രകാരം അവരുടെ ക്രിസ്തീയ ജീവിതം പണിതെടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വരാറായി. സഭ എടുക്കാൻ നാളുകൾ ഏറെയില്ല. കർത്താവിൻ്റെ വരവിൻ്റെ കുളമ്പടി ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പുതിയ നിയമ അപ്പോസ്തല ഉപദേശം അനുസരിച്ച് സഭകൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നില്ലെങ്കിൽ സഭകൾ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ 3 കൂട്ടം കാര്യങ്ങൾ വിലയ്ക്ക് വാങ്ങി പൂർണ്ണതയുള്ളവരായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ സഭയെ ചേർക്കാൻ കർത്താവ് വരും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് നമ്മളെ ചേർത്തുകൊള്ളും. ആത്മീക കുരുടന്മാരെയും ആത്മീക ദരിദ്രന്മാരെയും ആത്മീയ നഗ്നന്മാരെയും കർത്താവിന് വേണ്ട. ഇന്ന് അങ്ങനെ ആയിരിക്കുന്ന സമൂഹമാണെന്ന്, അങ്ങനെ ആയിത്തീരുമെന്നുള്ള സമൂഹമാണെന്ന് പ്രവചനാത്മാവിൽ കർത്താവ് പറഞ്ഞു കൊടുത്തതാണ് യോഹന്നാന്. 2000 വർഷം മുമ്പ്. അത് കറക്റ്റായില്ലേ? ആത്മീയരെല്ലാം പോയല്ലോ. ആത്മീയരൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. ജഡീകന്മാരെ കൊണ്ട് പ്രസ്ഥാനം നടന്നില്ലേ? പൗലോസിന്റെ പക്ഷം, കേഫയുടെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, പക്ഷം കൊണ്ട് നിറഞ്ഞില്ലേ? പാർട്ടിക്കാരെ പോലെ ആയില്ലേ? സെക്രട്ടറിയും കൗൺസിലങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഒരു പക്ഷം, പാസ്റ്ററിന്റെ കൂടെയുള്ള ഒരു കൂട്ടർ ചേർന്ന് വേറൊരു പക്ഷം, പാസ്റ്റർമാരുടെ പക്ഷം വേറൊരു ഗ്രൂപ്പ്, പാച്ചുള്ള അച്ചായന്മാരെല്ലാം കൂടി ചേർന്ന് വേറൊരു ഗ്രൂപ്പ്. ഇങ്ങനെ പല പക്ഷത്തിലും പല പ്രതികൂലത്തിലുമാണല്ലോ കിടക്കുന്നത്. ഇവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും പ്രിയമുള്ളവരെ? അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. തീയിലൂതി കഴിച്ച പൊന്ന്, ഉപനിധി, പഥ്യവചനം, പഥ്യോപദേശം. നഗ്നരുടെ ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് എന്നോട് വെള്ളയുടുപ്പ് വിലയ്ക്ക് വാങ്ങുക. രക്ഷാവസ്ത്രം, നീതിൻ വസ്ത്രം, നീതി പ്രവൃത്തികളാകുന്ന നീതി ചെയ്തുകൊണ്ടിരിക്കുക. റോമാലേഖനത്തിൽ ആ പഠനം ശക്തമായിട്ട് കിടക്കുന്നത്, ദൈവത്തിൻ്റെ നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ജസ്റ്റിഫിക്കേഷൻ നീതീകരണം. നീതീകരണം ലഭിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചു ഇരുന്നാലേ ദേശീകരണത്തിലേക്ക് നടത്തപ്പെടുള്ളൂ. അത് നീതീകരണം, വിശുദ്ധീകരണം, ദേശീകരണം വളരെ ഘനമായൊരു സബ്ജക്റ്റാണ്. ഞാനൊരു
സന്ദർഭത്തിൽ അത് ദൈവസന്നിധിയിൽ നിന്ന് പ്രസംഗിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ മനുഷ്യരല്ല, ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മൾ കർത്താവ് വസിക്കാനായിട്ട് ദൈവം പണിതെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാലയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്, നാം ദൈവത്തിൻ്റെ കെട്ടിടമാണ്, ദൈവത്തിൻ്റെ വകയാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലവോദിക്ക സഭയോടുള്ള ദൈവപുത്രന്റെ ബുദ്ധിപദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്ന്, നഗ്നട ലജ്ജ വെളിവാകാതെ വണ്ണം വെള്ളവസ്ത്രം എന്നോട് വിലയ്ക്ക് വാങ്ങുക. കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതാൻ ലേപം. പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. ഇത് ബുദ്ധിയിലാണ് പ്രസംഗിക്കുന്നത്, ജഡത്തിലാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ജനത്തിനൊരു ഗുണവും വരാത്തത്. പ്രാർത്ഥനയും ഉപവാസവും ആത്മീയ കൂടുതലുകൾക്ക് കയ്യും കടക്കുമില്ല. പക്ഷേ ജനം ആത്മീയമായി ചത്തിരിക്കുക. എന്തുകൊണ്ടാ കാര്യം? എന്താ കാര്യം? ഹല്ലേലൂയ. ഈ പത്യവചനം, പത്യോപദേശം സഭകളിൽ പഠിപ്പിക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും വരുന്നു എന്നുള്ള ക്ലോസിലേക്ക് സഭ വരുന്നില്ല. ഞാൻ ലവോദിക്കയുടെ അവസാന ദൂതിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും എന്ന് അറിയാതിരിക്കുന്നു. നമ്മുടെ ആത്മീയ നിലവാരം നമ്മൾ അറിയുന്നില്ല. മത്തായി 24:37, 38, 39 വാക്യങ്ങൾ എന്താണെന്ന് നോക്കാം. മത്തായി, ഹല്ലേലൂയ, സ്തോത്രം. മത്തായി 24, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 24:37 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ലോകയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് ലോക പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. ലോകയുടെ കാലഘട്ടത്തിൽ ജനം അറിഞ്ഞതുമില്ല. എന്തറിഞ്ഞില്ല? ജലപ്രളയം വന്ന് നീക്കിക്കളയുമെന്ന് അവർ അറിഞ്ഞില്ല. അവർക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അവരാരും ആ മേഖലയോട് കടന്നുപോയവരല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കുക, വളരെ ഗഹനമായൊരു സബ്ജക്റ്റാണ് ഇവിടെ പറയുന്നത്. അവർ അറിയാതിരിക്കാൻ, ഇവിടെ അറിയുന്നില്ല. ലവോദിക്കക്കാർ അറിയാതിരിക്കുന്നു, ഇവിടെ അറിയാതെ പോയിക്കൊണ്ടിരിക്കുക, അപകടത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക. വറുതിയിൽ നിന്ന് എരുതിയിലേക്ക് എടുത്ത് ചാടുക ചെയ്യുന്നത്. അപകടം, അപകടം, അപകടം മണത്തിൽ കൊണ്ടാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്ന് കൺക്ലൂഷൻ ചെയ്യാൻ താല്പര്യപ്പെടുക. ഹല്ലേലൂയ. അപ്പോ പ്രിയമുള്ളവരെ, സ്തോത്രം. നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നത ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവ് സഭയ്ക്ക് വെളിയില്ല. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും അത്താഴം കഴിക്കും. സ്തോത്രം. വലിയ അപകടകരമായൊരു അവസ്ഥ, ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ കൂടെ കാണാൻ കഴിയുന്നത്. സഭയ്ക്ക് പുറത്ത് നിൽക്കുക കർത്താവ്. കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴേ കർത്താവ് നമ്മുടെ കൂടെയുള്ളൂ. അല്ലെങ്കിൽ പണ്ട് യെരൂശലേമിലേക്ക് ആരാധനയ്ക്ക് പോയ യോസേപ്പും മറിയയും കുഞ്ഞേശിൻ്റെയും ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയുന്ന വേദപുസ്തകത്തിലൂടെ. യേശു കൂടെ ഉണ്ടെന്ന് ഊഹിച്ച് 3 ദിവസത്തെ വഴി ദൂരം പോന്നു. യേശു ഉണ്ടായില്ല. അനേകരുടെ ക്രിസ്ത്യ ജീവിതത്തിൽ യേശു ഇല്ല. ഷോയ്ക്ക് വേണ്ടി നടക്കുക പലരും. നമ്മളങ്ങനെ ആകരുത്.
കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. ഹല്ലേലൂയ. എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. പുതിയ നിയമസഭയുടെ ഏറ്റവും അവസാനത്തെ ഉപദേശമാണ് റിപ്പൻറ്റന്റ് ആൻഡ് ബാപ്റ്റിസം. മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. അപ്പൊ കർത്താവ് സഭയ്ക്ക് വെളിയില്ല, ഉള്ളിലോ ഭയങ്കര മ്യൂസിക് നൈറ്റും ഭയങ്കര ഉണർവ് മീറ്റിംഗ് ഉള്ളിൽ നടക്കുക. സ്വത്രം. കർത്താവ് വെളിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വേദനയോടെ ദുഃഖത്തോടെ ഞാൻ ദൈവസന്നിധിയിൽ വിളിച്ചു പറയുന്നു, ഈ ഗതികെട്ട അവസ്ഥ നമുക്കുണ്ടാകരുത്. ഈ ശോചനീയമായ അവസ്ഥ നമുക്കുണ്ടാകരുത്. ഹല്ലേലൂയ. ഞാൻ വാതിൽക്കൽ മുട്ടുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി ഇരിപ്പാൻ സിംഹാസനത്തിൽ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയില്ലേ? മനസ്സ് വെച്ച് കേൾക്കണമെന്ന് അതിൻ്റെ അർത്ഥം. വല്ലപ്പോഴും കേട്ടത് ഒഴുകി പോകാതിരിക്കേണ്ടത് ശ്രദ്ധയോടെ ഹൃദയത്തിൽ കഴുകിക്കൊള്ളണം എന്നാണ് വചനം. നമ്മളതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് തോന്നിയ പോലെയൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഉപദേശം പറച്ചിലും പ്രാർത്ഥനയും കൂട്ടായ്മകളെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതിലൊരു ദൈവ ഇഷ്ടമുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുക. ദൈവഗീതപ്രകാരമാണോ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് തിരിച്ചറിയുക മക്കൾ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഞാൻ വാതിലുകൾ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. സ്തോത്രം. ശ്രദ്ധിച്ചേ, ആരാണ് ജയിക്കുന്നവരെ? ലോകം, ജഡം, പിശാചിന്റെ മേൽ ജയമെടുത്ത് ജീവിക്കുന്നവരാണ് ജയിക്കുന്നവരെ, അല്ല തന്ത്രം വഴി പോകുന്നവരല്ല. വലിയ ബഹളവും വലിയ പാട്ടും വലിയ നൃത്തവും ഒക്കെ വരുമ്പോൾ സഭ വലുതാണെന്നും സഭയിൽ കരുത്തന്മാരുണ്ടെന്നൊക്കെ നമ്മൾ പറയും. അവസാനം അതുകൊണ്ടൊരു പ്രയോജനം ഇല്ലാതായിത്തീരും. മാൻ പവർ ദൈവത്തിന് വേണ്ട, മനുഷ്യന്റെ ബുദ്ധി ദൈവത്തിന് വേണ്ട. ദൈവം ബുദ്ധിമാനാണ്, ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ജയിക്കുന്നവന് എന്നോടുകൂടി ഇരിപ്പാൻ വരം നൽകും, സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സന്നിധിയിൽ ഇരുന്നത് പോലെ തന്നെ നാമും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ചെവി ഉണ്ടെങ്കിൽ, മനസ്സ് വെച്ചുണ്ടെങ്കിൽ നമ്മൾ കേൾക്കണം. മനസ്സ് വെച്ച് കേൾക്കണമെന്ന് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ദ്വയാർത്ഥം അതാ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്താൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോൾ ഒരു ചെറിയ വിവരണത്തോടെയാണ് ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചത്. ഗഹനമായി പറയേണ്ട വിഷയങ്ങളാണ്, എന്നാൽ അതിൻ്റെ ഭാഗികമായിട്ടൊക്കെ പിന്നീട് നമ്മൾ വിഷയം പ്രസംഗിക്കും. സഭ പറയുന്നത് എന്താണ്? ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. കർത്താവിനോടൊന്ന് പറയുന്നു, നീ അരിഷ്ടനും നിർഭാഗ്യവനുമായിരിക്കുക, തന്നിമിത്തം കുരുടനും ദരിദ്രനും നഗ്നനുമായി തീർന്നു. സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്ന് അപ്പോസ്തലൻ. ഇതിന്റെ നഗ്നത ലജ്ജ വെളിവാകുണ്ടം, വെള്ള വസ്ത്രം, നീതി വസ്ത്രം, രക്ഷാവസ്ത്രം. എൻ്റെ കണ്ണിലെഴുതാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ബുദ്ധി പറയുന്നു. പ്രിയ ദൈവമക്കളെ, കോടാനുകോടി മനുഷ്യര് ദൈവത്തെ കൂടാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിലെല്ലാം ആരാണ് ഉത്തരവാദി? ദൈവസഭയല്ലേ? ലോകത്ത് നടക്കുന്ന കലാപങ്ങൾ, സ്തോത്രം, അതിൻ്റെ പിന്നിൽ സാത്താനല്ലേ? സർവഭൂമിയും തെറ്റിച്ച് കളയുന്ന സാത്താനല്ലേ? ഭൂലോകത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന സാത്താനല്ലേ? ദൈവമക്കളെ മറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? സമ്പന്നനാകേണ്ട തീയിൽ ഒതുക്കിച്ച പൊന്നും നഗ്നലജ്ജ വെളിവാകുന്ന വെള്ളവസ്ത്രവും കണ്ണിലെഴുതാൻ ലേപവും ഞാൻ എന്നോട് ബുദ്ധി പറയുന്നു.
അങ്ങനെ ദൈവസഭ ഫുൾ സ്വിങ്ങിലേക്ക് മടങ്ങി വരണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരികയില്ല. വളരെ പ്രസക്തമായ ഒരു സബ്ജക്റ്റാണ് ഈ 3, 4, 5, 6, 6 എപ്പിസോഡിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ സമ്പന്നനാകേണ്ടതിൽ തീയിലൂതി കഴിച്ച പൊന്ന്, എൻ്റെ നാട്ടിലച്ച വെള്ളിവാഹതുകൊണ്ടും വെള്ള വസ്ത്രം, കണ്ണിലെഴുതാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ ബുദ്ധി പറയുന്നു. ഹല്ലേലൂയ. സഭ അതിൻ്റെ ആത്മിക നിറവിലേക്ക് വരാൻ കർത്താവ് ആഗ്രഹിക്കുക. സകലത്തെ നിറയ്ക്കുന്ന നിറവായ അവൻ്റെ ശരീരമാം സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സഭയിലാണ് ഈ ആത്മീയ നിറവ്. സഭ ഭൂമിയിലില്ലല്ലോ. ദുരുപദേശം കൊണ്ട് മുമ്പോട്ട് പോകുന്ന സഭകൾക്ക് എന്ത് ഉപദേശമോ ഉള്ളത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവും ഭക്തിക്കും ഉപദേശം അനുസരിക്കാത്ത സഭകളായി ഇന്നത്തെ സഭകൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ച് പറയാം, നമ്മുടെ ആത്മീക കുരുട് മാറണം, ആത്മീയ നഗ്നത മാറണം, ആത്മീയ ദാരിദ്ര്യം മാറണം. ഫുൾ സിംഗിൽ കർത്താവിൻ്റെ എതിരേൽപ്പാൻ നമുക്ക് നിൽക്കണം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ലവോദിക്ക എന്നുള്ള വിഷയം തൽക്കാലമായിട്ട് ഈ അധ്യായം ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത് ധാരാളമായി കേൾക്കുക. സംശയങ്ങളുള്ളവർ വിളിച്ചു ചോദിക്കുക. ഇത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുക. അപ്പോൾ തന്നെ ശരി കൂടി പറയുകയും ചെയ്യണം. അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരട്ടെ. എന്നാൽ പാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ലവോദിക്ക എന്ന സബ്ജക്റ്റിന് വിരാമം ഇടുന്നു. സന്ദർഭോചിതമായി ദൈവാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ഇത് ശക്തിയോടെ പ്രസംഗിക്കുന്നതായിരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പോരാട്ടണപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ വിഷയം 2, 3 പ്രാവശ്യമെങ്കിലും വെച്ച് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. ഇത് പറയാനായിട്ട് വലിയ പോരാട്ടം ഞാൻ അനുഭവിക്കേണ്ടി വന്നു. സ്തോത്രം. ഇത് പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ല. അതുപോലെ ഉള്ള പോരാട്ടം ഞാൻ എൻ്റെ ജഡത്തിലും ശരീരത്തിലുമൊക്കെ അനുഭവിക്കാനിടയായിത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ട് എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. സ്വതന്ത്രം. കാരണം ഇത് വളരെ റെയറായിട്ട് പ്രസംഗിക്കുന്നൊരു വിഷയമാണ്. ലബോദിക്ക എന്നുള്ള വിഷയം ആരും അത്ര കണ്ട് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞെങ്കിൽ തന്നെ തെറ്റായ നിലയിലുള്ള വ്യാഖ്യാനങ്ങളാണ് പലരും തന്നേക്കുന്നത്. പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ പോരാട്ടമായിരുന്നു. പക്ഷേ ദൈവത്തിൽ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഈ പോരാട്ടത്തിൻ്റെ നടുവിലും ഞാനിത് പ്രസംഗിച്ചിരിക്കുകയാണ്. ലോകം ജഡം പിശാചിനോട് പോരാടി തന്നെയാണ് ഈ വിഷയം പ്രസംഗിക്കുന്നതും ഒക്കെ. കർത്താവ് വരാറായി, സഭയെടുക്കപ്പെടാൻ നേരമായി. ആത്മീയ കുരുടന്മാരായി, ആത്മീയ ദരിദ്രന്മാരായി, ആത്മീയ നഗ്നന്മാരായി ഇന്നത്തെ സമൂഹം മാറിയിരിക്കുന്നു. അവർ ഇലക്ഷൻ നടത്തിയാലോ അവരെന്ത് ചെയ്താലോ അതിൽ അതിശോക്തിയില്ല. കാരണം കുരുടനല്ലേ. കുരുടനെ വഴികാട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ആത്മീയ നഗ്നനല്ലേ, ആത്മീയ കുരുടനല്ലേ, ആത്മീയ ദാരിദ്ര്യവാസിയല്ലേ. പിന്നെന്തും ചെയ്യൂ. അതുകൊണ്ട് ദയവായിട്ട് ഇത് കേൾക്കുക. ഇത് കേട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക, പ്രതികരിക്കുക. ഇത് തെറ്റാണെങ്കിൽ ശരി നിങ്ങൾ തന്നെ പറയണം. എന്നാലേ നമുക്കത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതല്ല പാസ്റ്ററെ, ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, അങ്ങനെയാണെങ്കിൽ ശരി, എനിക്ക് ഗ്രഹിപ്പിച്ചു തന്നാൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. വചനത്തിലൂടെ, ദൈവവചനത്തിലൂടെ. ആത്മീയ കുരുട്, ആത്മീയ ദാരിദ്ര്യം, ആത്മീയ നഗ്നത എന്നുള്ളത് പലരും പല നിലയിൽ പ്രസംഗിച്ച് കേട്ടിട്ട് എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം അത് വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടിലാണ് അവരതൊക്കെ പറഞ്ഞത്. എന്നാൽ കറക്റ്റ് വചനത്തിലൂടെയാണ് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വൃദ്ധനായ മനുഷ്യൻ, യോഹന്നാനെ പോലെ വളരെ വൃദ്ധനായൊരു മനുഷ്യൻ അദ്ദേഹം പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ് ഞാൻ പ്രസംഗിക്കാനിടയായത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഈ വചനപ്രകാരം ഒരു വലിയ ശുദ്ധീകരണം, ഒരു വലിയ മടങ്ങിവരവ്, ദുഷ്ടനായ സാത്താൻ്റെ പോരാട്ടത്തിൻ്റെ നടുവിൽ ശക്തിയോടെ ഈ വചനങ്ങൾ കേട്ടനുസരിച്ച് മടങ്ങി വന്ന്
ആത്മീക ദാരിദ്ര്യം മാറ്റി, ആത്മീക കുരുട് മാറ്റി, ആത്മീക നഗ്നത മാറ്റി, നല്ല ഫുൾ സിംഗിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് വന്ന് സഭയെ ചേർക്കുക, കൂട്ടത്തിൽ നമുക്ക് പോകാം. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക, ഗ്രഹിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.